ഹലോ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചമാങ്ങ റൈസാണ്, മാംഗോ റൈസ്. അപ്പോൾ ഈ മാമ്പഴക്കാലമൊക്കെ ആയപ്പം നമുക്ക് എത്രയൊക്കെ യൂട്ടിലൈസ് ചെയ്യാവോ മാംഗോ, അങ്ങനെ എല്ലാ വിധത്തിലും യൂട്ടിലൈസ് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി. മാമ്പഴം നമ്മൾ അങ്ങനെ തന്നെ കഴിക്കുകയും ചെയ്യും. പിന്നെ മാമ്പഴം ഐസ്ക്രീം ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ശരിക്കും പച്ചമാങ്ങ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ മാംഗോ റൈസ് ഉണ്ടാക്കാമെന്ന് തോന്നി. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് വേഗം തന്നെ വീഡിയോയിൽ പോയി കാണാം. മാംഗോ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ച റൈസ്, പിന്നെ ഒരു സ്മോൾ ടു മീഡിയം സൈസിലുള്ള ഒരു മാങ്ങ. അത് എഗെയിൻ ഡിപ്പെൻസ്, നിങ്ങൾക്ക് എത്ര റൈസിനാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള മാങ്ങയാണ്. ഞാനിവിടെ 1 ഗ്ലാസ് റൈസാണ് കുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു സ്മോൾ ടു മീഡിയം സൈസ് മാംഗോ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 വറ്റൽമുളക്, കടുക്, കറിവേപ്പില, ഉഴുന്ന്, ഒരു 2 പച്ചമുളക് അല്ലെങ്കിൽ ഒരു 3, ചെറുതാണെങ്കിൽ 3, വലുതാണെങ്കിൽ 2 പച്ചമുളക്, ആവശ്യത്തിന് എണ്ണ. നമ്മുടെ ഇനിയൊരു ഇൻഗ്രീഡിയൻറ്റ് കപ്പലണ്ടി, നമ്മുടെ പീനട്ട്, അതും ശരിക്കും ഇതിനിടാം. അപ്പോൾ ഇതിന് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ എൻ്റെ കയ്യിൽ അതിപ്പോൾ ഇല്ല, അത് കാരണമാണ് ഇടാത്തത്. കപ്പലണ്ടി, പിന്നെ കടലപ്പരിപ്പ്, ഇതൊക്കെ ഇടാവുന്നതാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. സോ അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് വേഗം തന്നെ ഒരു മാംഗോ റൈസ് ഉണ്ടാക്കാം. അപ്പോൾ മാംഗോ റൈസ് ചെയ്യാനായിട്ട് ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് സവാളയുടെ ഒന്നിൻ്റെ ആവശ്യമില്ല ഈ റൈസ് ഉണ്ടാക്കാനായിട്ട്. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം കടുകിടാം. ഇവിടെ ഓയിൽ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് കടുകിടുക. ഉഴുന്നിടുക, വറ്റൽമുളക്, ഇതിലേക്ക് പച്ചമുളക്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പിടാണ്. ഇച്ചിരി മഞ്ഞൾപ്പൊടി, നല്ലോണം ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ശരിക്കും നമുക്ക് പീനട്ട് ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ ഇടാം. അതിനുശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത മാങ്ങ, പച്ചമാങ്ങ ഇടുക. അപ്പോൾ ഇത് 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. നമ്മുടെ പച്ചമാങ്ങയുടെ ജ്യൂസൊക്കെ ഉണ്ടാവില്ല നമ്മൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ, അതൊക്കെ ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്ത് വെച്ച റൈസ് ഇടാം. ചെറിയ തീ തന്നെ വെച്ച് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ റൈസും മാങ്ങയും എല്ലാം കൂടെ നല്ലോണം ഒന്ന് യോജിക്കണം. അപ്പോഴേ അതിൻ്റെ ജ്യൂസൊക്കെ നല്ലോണം റൈസിൽ പിടിക്കുള്ളൂ. റൈസ് നമ്മൾ കുക്ക് ചെയ്തിട്ട് ആറിയതിന് ശേഷം ഇടേണ്ടത്, അല്ലെങ്കിൽ റൈസ് ഉടഞ്ഞു പോവും. ആറിയ റൈസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ മാംഗോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളി മാംഗോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, പച്ചമാങ്ങ റൈസ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ പപ്പടമോ എന്ത് വേണേലും വെച്ച് കഴിക്കാം, അടിപൊളിയായിരിക്കും. വ്യത്യസ്തമായ ഒരു ഡിഷാണ്. കൂടി വന്ന
മാങ്ങ ഗ്രേറ്റ് ചെയ്യുന്ന സമയം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഒരു 2-3 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. അടുത്ത വീഡിയോയിലൂടെ കാണാം.